എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചമഹായജ്ഞങ്ങളിലൊന്നാണ് ഭൂതയജ്ഞം. ഇവിടെ ഹിന്ദു സംസ്കാരം പ്രകൃതിയാണ്. ഹിന്ദു സംസ്കാരത്തെ പ്രകൃതിയുമായി പരസ്പരം ഖണ്ഡിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അത്രയും ശ്രേയസ്കരമായിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ എല്ലാ അഭാന്തര വിഭാഗങ്ങളും ജാതിമത സംസ്കാരങ്ങളും ഒന്നിച്ചു പോകുന്ന ഒരേ കാഴ്ചപ്പാടുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കൃതി, അല്ല ഹൈന്ദവീയം എന്ന് പറയുന്നത്. ഇന്ന് വർദ്ധിച്ചു വരുന്ന പ്രകൃതിയുടെ ചൂഷണവും താളം തെറ്റിയുള്ള പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും അനന്ത തലമുറക്ക് വളരെയധികം കോട്ടമുണ്ടാക്കുന്ന ഒന്നാണ്. ഈ പ്രകൃതിയെ നമുക്ക് വരുന്ന തലമുറക്ക് കൈമാറേണ്ടതാണ്. നോക്കുക, നമ്മൾ പല സസ്യ ജന്തുവർഗങ്ങളും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ ഭൂമിയിൽ നിന്നും തിരോഭവിച്ചു കഴിഞ്ഞു. പലതും ഇനിയും തിരോഭവിക്കും. അവസാനം മനുഷ്യനും തിരോഭവിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഭൂമി പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ സുഖഭോഗങ്ങളാണ് ഇതിൻ്റെ പ്രധാന കാരണം. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള തോന്നൽ, ജീവിതത്തോട് ഈശ്വരീയമായൊരു കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥ. പൂർവികർ പ്രകൃതിയെ ആരാധിച്ചു, പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി അവരാൽ കഴിയാവുന്നതെല്ലാം ചെയ്തു. ഈ കാലഘട്ടത്തിൽ അതാരും ചെയ്യുന്നില്ല. എല്ലാവരും സുഖഭോഗങ്ങളുടെ പുറകെയാണ്. സുഖഭോഗങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് അവർ ആത്മീയമായിരിക്കുന്ന തേജസ്വികളായിരിക്കുന്ന ഋഷിവര്യന്മാരെയും ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും അവഹേളിക്കുന്ന തരത്തിലെ പ്രസ്താവനകൾ ഇറക്കുന്നു, അല്ലെങ്കിൽ അവഹേളിക്കുന്നു. സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. ഇതിലത്ത് ഒരാൾക്ക് ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. സ്വയം ആത്മപരിശോധന നടത്തേണ്ടതായ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. വരുന്ന തലമുറക്ക് പലതും നിലനിർത്തി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഏവർക്കും ഉണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായാൽ മാത്രം മതി. കാരണം ഹിന്ദു സംസ്കാരം മാത്രമേ പ്രകൃതിയെ ആരാധിക്കുന്നുള്ളൂ. എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണുന്ന ഒരേ ഒരു സംസ്കാരം, സർവ്വതിനെ ഈശ്വരൻ, മണ്ണിനെ പോലും ഈശ്വരനായിട്ട് കാണുന്നു, പ്രകൃതിയെ പോലും ഈശ്വരനായിട്ട് കാണുന്നു. എന്തിന് ജലത്തെ പോലും ഈശ്വരനായിട്ട് കാണുന്ന ഒരേ ഒരു സംസ്കാരം. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഭാരതത്തെ വിളിച്ചത് ഋഷിനാട് എന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിച്ചത്. നാം ആ ഒരു കാര്യത്തെ ഓർത്ത് പ്രകൃതി സംരക്ഷകരാകുക എന്നുള്ളതാണ് ഒരു സന്ദേശമാണ്. ഏവർക്കും നന്മയുണ്ടാകട്ടെ. ഓം ഹരി നമ. ശ്രീ ചണ്ഡാളരൂപായ കുലഗുരു പാതുകാം പൂജയ. ഓം നമ ശിവായ.